ആഹാ! രഞ്ജി പണിക്കർ ഒരു ആക്ഷൻ സീൻ കണ്ട് ഇറങ്ങി വരണ്ടായിരുന്നു മാരാട് രണ്ടാമത്തെ ലൈവ്. ഒന്നാമത്തെ ലൈവ് വന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം എടുത്ത് ചോദിച്ച പോലെ തന്നെ മാരാറ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ആരാണ്, അതായത് ഒരു വുമൺ ഇഷ്യൂ പറഞ്ഞല്ലോ, സ്ത്രീകൾ കിടന്നു കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇഷ്യൂ പറയുന്നുണ്ടല്ലോ. അത് മാരാറ് കുറച്ചുകൂടി മാന്യമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു വിഷയം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം ഇവിടെയുള്ള ആര് എന്ത് എന്നുള്ളതല്ല, ആരടുത്തോട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയവന്മാരടുത്തോട്ട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ചൂണ്ടിക്കാണിക്കില്ല എന്നുള്ള ധൈര്യത്തിലാണല്ലോ ഇവർ ഈ കുറെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം വെച്ച് കളിക്കുന്നത്. അപ്പൊ മാരാറ് അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത്യാവശ്യം സെൻസിബിൾ ആയിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് മാരാറ് ഷോയിൽ പങ്കെടുത്തവർ മാത്രമല്ല, ഷോയ്ക്ക് ഒരു ചാൻസ് ആയിട്ട് വന്നവർ ഉൾപ്പെടെയും ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് കുറച്ചുകൂടി ഇന്ന് വൈഡ് ആക്കിയിട്ടുണ്ട്. അത്രയും സമാധാനം മതി. ഇനിയിപ്പോൾ അതിനെ മീതെ ഞാൻ അഹങ്കാരം കാണിച്ച് ചൊറിഞ്ഞു വരുന്നവരും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് കുടയേണ്ട പോലെ കുടഞ്ഞോളൂ. വാട്ട് എവർ. ആ ഒരു വുമൻ ഇഷ്യൂല് ഒരു മാന്യമായിട്ടൊരു ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ലൈവില്. ലൈവ് കാണണം കേട്ടോ, ലൈവ് കാണാതിരിക്കരുത്. ഇതൊരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചോണ്ട് മറ്റേത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. കാരണം നല്ല ക്ലാസ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈയൊട്ടിച്ചിരിക്കാം, അങ്ങനെ ലൈഫ് അറ്റ് സ്റ്റേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിവേസ് റെസ്പെക്ട് ഫോർ ദാറ്റ്. അതേപോലെ തന്നെ സിബിന്റെ ഇഷ്യൂവിലും അത്യാവശ്യം കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട്, മറ്റേതൊരു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വികാരാധീനനായിട്ടാണ് മാരാറ് സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോ ഈ സെക്കൻഡ് ലൈവിൽ മാരാറ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പ്രസക്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഡ്രഗിന്റെ ഇഷ്യൂ പറഞ്ഞത്, അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് പറഞ്ഞു. അതിന് സിബിൻ എന്തായാലും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് മാരാറിന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. സോ വി ക്യാൻ ഹിയർ എ മച്ച് ക്ലിയർ വേർഷൻ ഓഫ് ദിസ്. പക്ഷെ മാരാറ് പറഞ്ഞതനുസരിച്ചിട്ട് ഡോക്ടറെ കാണുന്നതിന് മുമ്പേ മരുന്ന് കഴിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ടി വിയിൽ എങ്ങനെ ഡോക്ടറെ കണ്ടതെന്ന് വേറെ ആരോ പറഞ്ഞ് ഞാൻ കേട്ടു. അതിന്റെ ഫുൾ വേർഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് മരുന്ന് കഴിപ്പിക്കുക. പിന്നെ വീട്ടിൽ വിളിച്ചിട്ട്, സിബിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് സിബിന് നിങ്ങളുടെ മോന് ഭ്രാന്തായി പോയി എന്ന് പറയാം. ഒന്നാമത് തന്നെ ഈ ഷോയിൽ നടക്കുന്ന ഇതെല്ലാം കണ്ടുകൊണ്ട് വീട്ടുകാർ പേടിച്ചിരിക്കും. അത്ര ആൾക്കാർ അവരെ പേടിപ്പിച്ച് അല്ലാണ്ട് വെച്ചിട്ടുണ്ടാവും. ഈ സീനുകളെല്ലാം കാണിച്ച് ഇവർ പേടിപ്പിച്ച് വെച്ചേക്കുന്നതിന്റെ സമയത്താണ് മോന് ഭ്രാന്തായി പോയെന്ന് പറയും. അതിനെ തുടർന്നിട്ടാണ് സിബിന്റെ ഫാദറിന് ബൈപ്പാസ് ചെയ്യേണ്ട വന്നത്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ബൈപ്പാസ് ചെയ്യേണ്ട വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വെരി ഷോക്കിംഗ്ലിയാണ് പറയുന്നത്. ഇത്ര സില്ലി കാര്യമൊന്നുമല്ല. അതായത് മനുഷ്യത്വത്തെ പറ്റിയൊക്കെ ക്ലാസ് കൊടുത്ത് മനുഷ്യനെ എപ്പിസോഡിലിട്ട് വെറുപ്പിക്കുന്ന ബിഗ് ബോസ് ഷോയുടെ ക്രൂ ടീം മെമ്പേഴ്സ് കാണിച്ചതിനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് മാരാറ് എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ആ അറ്റാക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലായി ഇതിന്റെ ചികിത്സയിൽ പോയിട്ട് സിബിനെ അറിയിച്ചിട്ടില്ല. ജാസ്മിന്റെ കാര്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. ജാസ്മിനെ അറിയിക്കുന്നു. ജാസ്മിന്റെ ഫാദറിന്റെ കേസിൽ നടക്കാത്ത സർജറിയോ നടന്ന സർജറിയോ ഞാൻ ഇതിന്റെ പേരൊന്നും തേടി പോയിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് അറിയിക്കുന്നു. സിബിനെ ഇത് അറിയിച്ചിട്ടില്ല. അതും ഇത്രയും മോശം ഒരു സിറ്റുവേഷനിൽ. മറ്റേ തമിഴ്നാട്ടിലെ ചില പടത്തിൽ കാണുന്നൊക്കെ പോലെ ചാനലിൽ കയറി തല്ലേണ്ട സീനിലോട്ടൊക്കെ ഇതിന്റെ എല്ലാ സത്യങ്ങളും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സീനുകൾ പോകും. പിന്നെ മലയാളികൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും കാശിന്റെ കുത്തൊഴുക്കിൽ ഇത് മുങ്ങിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നട്ടുള്ള ആരെങ്കിലുമൊക്കെ മുന്നോട്ട് നിൽക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ മാരാറ് കേസിലുള്ള പുള്ളി പിന്നീടായാലും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടിച്ചു പോയൊരു കാര്യമുണ്ട്. മാരാറ് പങ്കെടുത്ത ഒരു സമയത്താണെന്നുണ്ടെങ്കിലും മാരാറ് തോൽപ്പിക്കാനായിട്ട് അവിടെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ തുടങ്ങി കണ്ടതാണല്ലോ. അപ്പൊ മീൻസ് ആ മുണ്ടിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു നമുക്ക് ആക്ച്വലി മനസ്സിലാകത്തില്ല. പക്ഷെ കിട്ടുന്ന, അതായത് ഇപ്പൊ ഒരു പടത്തിന് വേണ്ടി നമ്മൾ എല്ലാ ബിറ്റ്സും എടുത്തിട്ട് ആ കഥ അങ്ങോട്ട് ഇങ്ങോട്ട് മറയ്ക്കുന്ന പോലെ തന്നെ അവരുടെ മൊത്തം 24 hours ഇത്രയും ക്യാമറകൾ, ഒരു 50 ക്യാമറ മിനിമം ബിഗ് ബോസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 50 ക്യാമറയിൽ ഒരു ക്യാമറയുള്ള ലൈവിൽ നമ്മൾ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ക്യാമറകളും അല്ലാത്ത സാധനങ്ങളും ഇരിക്കുന്നു. ഇതിനകത്ത് ഇവർക്ക് വെട്ടിയിടേണ്ട സാധനങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ 2 ദിവസത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലെ ലൈവ് ഇല്ലെന്നും പറഞ്ഞിട്ട് അവർ മുക്കുന്നു. മൈ പോയിന്റ് ഈസ്, ഇതെല്ലാം വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന സ്റ്റോറി ഡെലിവർ ചെയ്യാനായിട്ട് ബിഗ് ബോസിന് വലിയ പാടുന്നില്ല. ആൻഡ് അതാണ് ആ ഷോയുടെ ഫോർമാറ്റ്. അതിലൊരു കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ ഇത് ഇത്ര ടോക്സിക് ആക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിനെ പ്രാന്തനായി ചിത്രീകരിക്കുക. അഖിൽമാരാറിനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ അതിന് ഇമ്പാക്ട് ഡാമേജ് ഉണ്ടാവാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം തോന്നില്ലെങ്കിലും തുടക്കം തൊട്ട് അയാളൊരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് മറ്റേതായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇടാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വലിയ ചാടി പോരാണ്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതിനൊരു സ്കേപ്പ് ഗോട്ടാണ് സിബിനായിരിക്കുന്നത്. അപ്പം അഖിൽമാരാന്റെ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ പേയ്മെന്റിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അത് ഇത്രൂടി ക്ലിയർ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇത്തവണ. ഇത്രൂടി ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തു പറയാം. കാരണം 3 ടൈംസ് പേയ്മെന്റ് വാങ്ങിച്ച ആളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നും അങ്ങനെയൊക്കെ, അതായത് കണ്ടുപിടിച്ച്, അതായത് ഇതിന്റെ പേര് അന്വേഷിച്ച് പോകുന്നവന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം എന്നുള്ള രീതിക്കാണ് മാരാറ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ മുംബൈ ഓഫീസിൽ കൊണ്ടുവരുത്തി വർത്താനം പറഞ്ഞൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്. റോബിന്റെ ഇളപ്പിള്ള കാശിലും
ഈ ഒരു സാധനം കണ്ടായിരുന്നു. എനിക്ക് വേറെ തോന്നിയില്ല. ക്ഷീരമുള്ള ഒരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന സീനാണ് റോബിൻ പിടിക്കുന്നത്. ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് അങ്ങേര് വന്നു, അന്ന് എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് റൈറ്റ് ടൈം തേടിയിരുന്ന പോലെ വെരി ക്ലിയർ. റോബിൻ ഷാറ്റേഡ് ആണ്. റോബിൻ അതേപോലെ കത്തിക്കേറി അത്രയും ഇത് കാണിച്ചിട്ടാണ് റോബിൻ ഇതേപോലെ തന്നെ താഴത്തേക്ക് അതേപോലത്തെ വീഴ്ച കൊണ്ടത്. എനിക്ക് വലിയ ഭാവം ഒന്നും തോന്നുന്നില്ല. എൻ്റെ പോഷെ എന്തൊരു പേരൊക്കെ പറയണ്ടായിരുന്നല്ലോ, അതെല്ലാം കിട്ടി അത്രയൊക്കെ തേടിയതല്ല. പിന്നെ കുറച്ച് ഇത് വെച്ചിട്ട് അങ്ങോട്ട് രക്ഷപ്പെടട്ടെ. അല്ലാണ്ട് ആ മോഹൽ കണ്ടിട്ട് വേറെ തോന്നുന്നില്ല. അല്ലാണ്ട് ഒരു അവസരം മുതലെടുക്കാൻ വന്നൊരു സജ്ജിയായിട്ടല്ലാണ്ട് റോബിന്റെ കരച്ചിലൊന്നും തോന്നാനില്ല. അതിന് അഖിൽമാരെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അല്ല, അന്നസായിട്ട് ഒരു ഭീഷണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നിന്റെ എന്താ പറയാ, കുഞ്ഞുങ്ങളോടൊക്കെ മിണ്ടാണ്ടിരുന്നോളം പറഞ്ഞു, എനിക്കിത് കൂടുതലായി കഴിഞ്ഞ് എടുത്തിട്ട് അലക്കും എന്നുകൊണ്ടൊരു ഭീഷണി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിന് പാലുമായിട്ട് വരുമാവോ ഇല്ലയോ ഐ ഡോണ്ട് നോ. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട പോലും വിഷയമില്ല. അതൊരു കരച്ചിലാണ് അപ്പുറത്തെ സൈഡിൽ കിടന്നിട്ടുള്ളത്, ബാധിക്കുന്നില്ല. പക്ഷെ മാരാർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അഭിഷേകിന്റെ കാര്യം പറയുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ വന്ന് കയറുന്ന സമയത്തും അഭിഷേക് ശ്രീകുമാർ അടിച്ചിട്ട് സംഭവം ശരിയാണ്. പുള്ളിക്കാരനെ അവിടെ ഇങ്ങനെ ഒരു പ്രൊഫൈലുള്ള ഒരു വ്യക്തിയായിട്ട് കൊണ്ടുവരുന്നു, LGBT അഗേൻസ്റ്റ് ആയിട്ട് പ്രൊഫൈലാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിന് പുള്ളിക്കാരൻ ജസ്റ്റ് സംസാരിച്ചോണ്ടെങ്കിൽ എന്താ സംസാരിച്ചെന്ന് പോലും ഒരു ക്ലാരിറ്റി തരാതെ ഇവരെടുത്തിട്ടിട്ട് എന്താ അലക്കി ഇതിലാലെണ്ണം കൂടിയിട്ട് പിന്നെ എന്തിനാണ് അവൻ ഇവിടെ കൊണ്ടുവന്നത്? പക്ഷെ അവൻ നൈസായിട്ട് അങ്ങ് തിരിഞ്ഞു പറഞ്ഞ് നിന്നു. എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം സംശയത്തോടു കൂടി കാണാം. പക്ഷെ ഇതെല്ലാം ഇത്രയും കാലം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാന്നുള്ള രീതിക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകർ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനായിട്ട് തിരിച്ചും മറിച്ച് ഇവർ കളിക്കുക, ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളെല്ലാം വെച്ച് നൈസായിട്ട് ആ ഒരു സൈക്കോളജിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നതിലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇത് വളരെ ടോക്സിക് ആണ്. ഒരുപാട് ആൾക്കാർ ജീവിതം ശരിക്കും നശിപ്പിക്കുന്നുണ്ട്. അവരായിട്ട് ചൂസ് ചെയ്യുന്നത് അല്ലാത്ത രീതിക്ക് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. സിബിന്റെ കേസ് വെളിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉത്തരം പറയേണ്ടി വരും. അതിന്റെ കൂടെയാണ് അഖിൽമാരാർ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ഇഷ്യൂസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട്, അതും വളരെ സ്പെസിഫിക് ആയിട്ട് അഖിൽമാരാർ പറയുന്നുണ്ട്. 2 പേർ, അതിൽ ഒരാൾ റിട്ടയർഡ് ആവാറായി. ഞാനിപ്പോൾ അത് പിടിക്കാൻ പോയിട്ടില്ല. പക്ഷെ അതിന്റെ പേര് എടിപ്പോയി കഴിഞ്ഞാൽ അത് ആരാന്നതിനോടൊക്കെ മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം മനസ്സിലായി കാണും. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും 2 വില്ലന്മാർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. അവർ ടോപ്പ് ലെവലുള്ള ആൾക്കാരെന്ന് മനസ്സിലായി. നമുക്ക് സിനിമയും സാധനങ്ങളൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണ്ട. എനിവേസ് അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു അറ്റ്ലീസ്റ്റ് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാംസെങ്കിലും ഫോളോ ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട ഒരു ലൈവ് വീഡിയോ തന്നെയാണ്. ഐ ഹൈലി റെക്കമെൻഡ്. കമൻറ്റിൽ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ 17 വ്യൂ ഉള്ള എൻ്റെ വീഡിയോയിൽ ഇപ്പം ലിങ്ക് ഇട്ടേണ്ട ആവശ്യമില്ലല്ലോ.